ഊട്ടിയിലേക്ക് ഇ പാസ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ തമിഴ്നാട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ടൂറിസ്റ്റുകളുടെ എണ്ണമൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട് ഊട്ടിയിലേക്കും അതുപോലെ കൊടൈക്കനാലിലൊക്കെ ഇ പാസ് നിർബന്ധമാക്കിയിട്ടുണ്ട്. കൊടൈക്കനാലൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ലൊക്കേഷനാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പരിസ്ഥിതിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ ഒരു പുതിയ നിർദ്ദേശം വെച്ചിട്ടുള്ളത്. ഊട്ടിയിലേക്ക് കൊടൈക്കനാലിലേക്ക് വരുന്നവർ ആദ്യം ഇ പാസ് വഴി അങ്ങോട്ടുള്ള ട്രാവലിംഗ് ബുക്ക് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെയാണ് ഇ പാസ് എടുക്കേണ്ടത് എന്നതാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഇ പാസ് എടുക്കാൻ വേണ്ടിയിട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജായിരിക്കും ലഭിക്കുക. ഇതിൽ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, ഔട്ട്സൈഡ് ഇന്ത്യ ഓർ വിത്തിൻ ഇന്ത്യ കൊടുക്കുക. നമ്മൾ വിത്തിൻ ഇന്ത്യ കൊടുത്തു. ശേഷം നമ്മുടെ മൊബൈൽ ഫോണും ക്യാപ്ചയും വെച്ചിട്ട് OTP അടിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP ഒന്ന് ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. 7211 OTP വെച്ച് ലോഗിൻ ചെയ്തു. ഇനി നമുക്ക് എങ്ങോട്ടാണ് പോവേണ്ടത്? നീലഗിരി, അതാണ് ഊട്ടി, അതുപോലെ കൊടൈക്കനാൽ, ലോക്കൽ പാസ്, ഇങ്ങനെ ഓരോ പാസുകളുണ്ട്. നമ്മൾ നീലഗിരി അല്ലെങ്കിൽ കൊടൈക്കനാൽ എന്ന് വെച്ചാൽ ഊട്ടിയിലേക്കാണെങ്കിൽ നീലഗിരി നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മുടെ പേര്, എന്ത് പർപ്പസിനാണ് വിസിറ്റ് ചെയ്യുന്നത്, അതുപോലെ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ ഇതൊക്കെ നമുക്ക് കൊടുക്കണം. അപ്പോൾ അത് കൊടുത്തു. അതുപോലെ ടൂറിസ്റ്റ് വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കണം. അതുപോലെ എത്ര പാസഞ്ചേഴ്സ് ഉണ്ട് നമ്മുടെ കൂടെ അത് കൊടുക്കണം. വണ്ടിയുടെ മാനുഫാക്ചർ, അതുപോലെ വെഹിക്കിൾ ടൈപ്പ്, കാറ്, അതുപോലെ ഫ്യൂവൽ ടൈപ്പ് ഏതാണെന്ന് കൊടുക്കണം, ഡീസൽ. പിന്നെ ഡേറ്റ് ഓഫ് എൻട്രി, ഏത് ഡേറ്റിലാണ് നമ്മൾ വരാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുത്തു. പിന്നെ എക്സിറ്റ്, എത്ര ദിവസം നമ്മളവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്, നമ്മൾ വരുന്ന സ്റ്റേറ്റാണ് ചോദിക്കുന്നത്. അപ്പോൾ കേരള. പിന്നെ അതുപോലെ നമ്മളുടെ അഡ്രസ്സ്, പിൻകോഡ്, അതൊക്കെ വെരിഫൈ ചെയ്യുക. പിന്നെ എവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു ഹോട്ടലിൻ്റെ പേരൊക്കെ കൊടുക്കുക. ശേഷം സബ്മിറ്റ് കൊടുത്താൽ ഇതുപോലൊരു പേജ് വരും. അതിൽ കൺഫേം കൊടുക്കുക. അപ്പോൾ നമുക്ക് തമിഴ്നാടിൻ്റെ ഇ പാസ് നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇ പാസ് ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെ ചെക്ക് പോയിന്റിൽ കൊടുക്കേണ്ടി വരും.